നിയമന വിവാദത്തിൽപ്പെട്ട് മന്ത്രി ഷിബു ബേബി ജോണും. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. UDF സർക്കാരിൽ വീണ്ടും നിയമന വിവാദം. വനം വകുപ്പിനെതിരെ കേസ് നടത്തിയാളെ വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിൽ പരാതി നൽകി കോ എക്സിസ്റ്റൻസ് കളക്ടീവ് സംഘടന. പ്രൈവറ്റ് സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോ എക്സിസ്റ്റൻസ് കളക്ടീവ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുജനങ്ങളെ ഇളക്കിവിടുകയും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത ആളാണ് സിജുമോൻ. സംസ്ഥാനത്തെ IPS തലപ്പത്തെ അഴിച്ചുപണിയിലും അതൃപ്തി രൂക്ഷം. നിലവിലെ സ്ഥലമാറ്റത്തിൽ അസൗകര്യം അറിയിച്ച് 2 ഉദ്യോഗസ്ഥർ സർക്കാരിനെ സമീപിച്ചു. വീണ്ടും മാറ്റം വേണമെന്നാണ് ആവശ്യം. കണ്ണൂർ റേഞ്ച് DIG ആയി പോകാനാവില്ലെന്ന് T നാരായണനും തൃശൂർ റേഞ്ച് DIG ആയി പോകാനാവില്ലെന്ന് K കാർത്തിക്കും അറിയിച്ചു. തൃശൂർ റേഞ്ച് DIGയിൽ നിന്നാണ് കണ്ണൂർ റേഞ്ച് DIG ആയി T നാരായണനെ മാറ്റിയത്. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് പയ്യോളി സ്വദേശിയായ 9 വയസ്സുകാരനാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. തുറയൂർ പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് ഈ ഷിഗല്ല ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻപ് മറ്റ് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടും ഷിഗല്ല സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് അതീവ ഗൗരവത്തോടെ കാണുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ റീനയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. നിപ്പ പരിശോധനാ ഫലം യഥാസമയം തന്നെ അറിയിക്കാതെ ഉദ്യോഗസ്ഥർ സർക്കാരുമായി സഹകരിക്കാത്ത നിലപാടാണ് സ്വീകരിച്ചതെന്നും ഇത്തരം തുരപ്പൻ പണികൾ കാണിച്ചതുകൊണ്ടാണ് DHSനെ സ്ഥാനത്തു നിന്ന് മാറ്റിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ലെബനനിലെ മെഗാ പ്രദേശത്ത് പറന്ന ഇസ്രായേലിന്റെ അത്യാധുനിക ഹെറോൺ 1 നിരീക്ഷണ ഡ്രോൺ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ട് ഹിസ്ബുള്ള. ഇറാൻ നിർമ്മിത 358 ലോയിറ്ററിംഗ് ആന്റി എയർ മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോൺ തകർത്തതെന്ന് ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ആരോപിക്കുകയായിരുന്നു. ഡ്രോണിനെ ലക്ഷ്യമാക്കി മിസൈൽ പ്രയോഗിക്കുന്നതും അത് ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് താഴേക്ക് പതിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ മണിക്കൂറുകളോളം വൈകി. രാവിലെ 8 മണി മുതൽ 5ഓളം മൃതദേഹങ്ങളുമായി ബന്ധുക്കൾ ആശുപത്രിയിൽ കാത്തു നിൽക്കേണ്ടി വന്നത് കനത്ത പ്രതിഷേധത്തിന് വഴിവെച്ചു. അവധിയിലായ ഡോക്ടർക്ക് പകരം സംവിധാനം ഒരുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകാതിരുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. സംസ്ഥാനത്തെ സാധാരണക്കാരായ മദ്യ ഉപഭോക്താക്കൾക്കിടയിൽ വൻ ജനപ്രീതിയുള്ള ജവാൻ റമ്മിന്റെ ഉൽപാദനം കേരളത്തിൽ പൂർണ്ണമായും നിലച്ചു. കഴിഞ്ഞ 4 ദിവസമായി ഉൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി സ്തംഭിച്ച നിലയിലാണ്. മദ്യം പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായ അവശ്യ വസ്തുക്കളുടെ കടുത്ത ക്ഷാമമാണ് ഈ പെട്ടെന്നുള്ള പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഇതോടെ ബെക്കോയ്ക്ക് ലക്ഷങ്ങളുടെ പ്രതിദിന നഷ്ടമാണ് ഉണ്ടായത്. UDF സർക്കാർ തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംഘപരിവാർ നേതാവിനെ വൈസ് ചാൻസലറാക്കിയ ഗവർണറുടെ നടപടിയെ എതിർക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല ഗവർണറോട് ഏറ്റുമുട്ടാനില്ലെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDFിലെ മറ്റ് കക്ഷികളോ പ്രതികരിക്കുന്നില്ലെന്നത് മതേതര കേരളത്തെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം CPIM MLA മാർ ബഹിഷ്കരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഓർഡിനറി ബസ്സുകളിൽ മാത്രമല്ല സൗജന്യ യാത്ര എന്നാണ് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കുന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാകുന്നു. വരാനിരിക്കുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴയിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് പ്രവചനം. കേരളത്തിൽ മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ മഴയെയും ഈ പ്രതിഭാസം പ്രതികൂലമായി ബാധിക്കും. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.